എന്താ? CM ഉണ്ടോ? ഉണ്ടല്ലോ. കാണണോ? ഇതൊന്ന് ഫിലപ്പ് ചെയ്താ വേണ്ട, ചില വിവരങ്ങളൊക്കെ അറിഞ്ഞാൽ മതി. എന്താ അറിയേണ്ടത്? ഞാൻ മാവേലിക്കരയിൽ വരിക. പേര് സക്കറിയ. ബിസിനസ്സുകാരനാണ്. അതിന്റെ കൂടെ ചില സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടെ കൂടി ഒരു അഗതി മന്ദിരം തുടങ്ങാനുള്ള പരിപാടിയുണ്ട്, പ്രായമായവർക്ക് വേണ്ടി, ഈ ചെഷയർ ഹോം പോലെ. അപ്പോ അതിന്റെ തറക്കല്ല് അദ്ദേഹം തന്നെ ഇടണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. എന്നാ ഡേറ്റ്? ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല. അദ്ദേഹത്തിന്റെ സൗകര്യം പോലെ എന്ന് വേണമെങ്കിലും ഞങ്ങൾ തയ്യാറാണ്. ഇന്ന് അസംബ്ലി, 4-ന് അസംബ്ലി, 5-ന് അസംബ്ലി, 6-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് ഇവിടെ ടാഗൂറില് എക്സ് സർവീസ്മെന്റ് ഒരു പ്രോഗ്രാം ഉണ്ട്. എവിടെയാ നമ്മുടെ സ്ഥലം? മാവേലിക്കര. അന്ന് വൈകുന്നേരം 8 മണിക്ക് കായംകുളത്തൊരു പബ്ലിക് മീറ്റിംഗ് ഉണ്ട്. അന്നും നടക്കില്ല. 7-ാം തീയതി ആണെങ്കിൽ നോ പ്രോബ്ലം. അത് മതി. പിന്നെ നിങ്ങൾ നേരിട്ട് CM-നെ കണ്ട് പ്രോഗ്രാം ഫിക്സ് ചെയ്യണം. ഓ ശരി. എന്റെ 2-3 സുഹൃത്തുക്കൾ ഹോട്ടലിലുണ്ട്. ഞാൻ അവരുമായി വൈകിട്ട് വന്നിട്ട് അദ്ദേഹത്തെ കണ്ടോളാം. നിങ്ങൾ നിർബന്ധിച്ചാൽ അദ്ദേഹം സമ്മതിക്കില്ലേ ഈ വീടൊന്ന് മാറാൻ? സമ്മതിക്കില്ല സാർ. അന്നൊരിക്കൽ ഞാനൊരു ഗവൺമെന്റ് ബംഗ്ലാവ് പോയി കണ്ടു. അതിന് എന്നെ ചേട്ടൻ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. എന്തു ചെയ്യാം? ഇങ്ങനെ നിർബന്ധം പിടിച്ചാൽ എന്താ ചെയ്യ? എന്താ സാർ, വല്ല പ്രശ്നമുണ്ടോ? ഏയ്, പ്രശ്നമൊന്നുമില്ല. പേപ്പറിൽ വായിക്കാറില്ലേ ഡൽഹിയിലും മറ്റും നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച്? എല്ലായിടത്തും തീവ്രവാദികളുള്ള സമയമാണ്. അവരെപ്പോഴും എവിടെ എങ്ങനെ സ്ട്രൈക്ക് ചെയ്യും എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഓർഡർ ഉണ്ട്, VIPസിനൊക്കെ പ്രത്യേക സെക്യൂരിറ്റി കൊടുക്കണമെന്ന്. താനെന്താടോ ഇവിടെ? വരാതെ പറ്റുമോ? ഞങ്ങൾക്ക് തലവേദന ഉണ്ടാക്കി വെച്ചിരിക്കില്ലേ. തലവേദനയോ? ആ, നിങ്ങൾ ഈ വീട് മാറില്ല, ഇവിടെ തന്നെ താമസിക്കുമെന്ന് ശടിച്ചാൽ എന്ത് ചെയ്യും? ഓ, അത് ശരി. സെക്യൂരിറ്റി പ്രശ്നം. അതിന് 2 പേരും ഇവിടെ ഉണ്ടല്ലോ, രാവും പകലും ഡ്യൂട്ടിക്ക്. എന്നാലും വെറുതെ ഒന്ന് ചെക്ക് ചെയ്യാന്ന് കരുതി ഇറങ്ങിയതാ. സാറെന്താ ഈ വഴിക്ക് പ്രത്യേകിച്ച്? നത്തിങ് സാർ. പിന്നെ സെക്യൂരിറ്റിയുടെ കാര്യമാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട. സാറൊന്ന് നിർബന്ധിച്ചുകൊണ്ടാ 2 പേരെ ഡ്യൂട്ടിക്കിടാൻ ഞാൻ സമ്മതിച്ചത്. ഉള്ള ജോലിക്ക് ആളില്ല. അപ്പോഴാ സെക്യൂരിറ്റിയുടെ പേരും പറഞ്ഞ് പോലീസുകാരെ മെനക്കെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. സർ, അറ്റ്ലീസ്റ്റ് വീട് സാധ്യമല്ല. വാട്ട് ഈസ് ദി പ്രോബ്ലം നൗ? ഗവൺമെന്റ് ബംഗ്ലാവിൽ താമസിക്കാൻ പറ്റില്ല എന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ? ഞാൻ വരട്ടെ. ശരി. താനെവിടെ പോകുന്നു? താനവിടെ നിൽക്കണോ? സാറേ, പെരുമാളിന് അത്യാവശ്യമുണ്ടോ? ഇല്ല സർ. പെരുമാളിന്റെ പഴയ ഒരു സുഹൃത്താ. വി വർ കോളേജ് മേറ്റ്സ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഇപ്പോഴാ കാണുന്നത്. യു മീറ്റ് മീ ഇൻ ദി ഓഫീസ് ടുമോറോ മോർണിംഗ്. സർ. വാടോ പോലീസ്. വത്സലയ്ക്ക് അറിയില്ലേ പെരുമാളിനെ? അറിയാം. നീ 2 ചായ ഇരിക്കും. ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറിയിട്ട് വരാം. സാർ, എന്നെ ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ബസ് സമരത്തിന് പിക്കറ്റ് ചെയ്തവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. സാർ എന്നെ തൂക്കിയെടുത്തൊരു ഏറെറിഞ്ഞു താനകത്തേക്ക്. അതിന്റെ പാട് ഇപ്പോഴും വെളിയിലുണ്ട്. ഇതൊക്കെ ആരോർക്കാനാ നീ? ഇപ്പോഴേതില്ല? പോലീസ് തന്നെ. അല്ല, അതെനിക്കറിയാം. ഏത് ഡിപ്പാർട്ട്മെന്റിലാ? ക്രൈം ബ്രാഞ്ച്. ഹലോ ഹലോ ഹലോ, മിനിസ്റ്ററുടെ വീട് തന്നെ? അനാച്ഛാദനമോ എന്ന് വെച്ചാ പ്രതിമയോ? ആ ഗോപിയോട് തൊള്ള തുറക്കല്ലേ എന്ന് പറ. 12-ാം തീയതി അവൻ വാ തുറന്നാ മതി, പിന്നെ മൈക്ക് പോലും വേണ്ട. അയാള് പറയായിരുന്നേ, ഞാൻ അയാളെ ബസ് പിക്കറ്റിങ്ങിന് വാനിലേക്ക് എടുത്തെറിഞ്ഞ കാര്യം. എനിക്കും കിട്ടിയിട്ടുണ്ട് പണ്ടൊരിക്കൽ. ലാത്തി കൊണ്ടൊരു അടി. 84 ട്രെയിൻ തറയിൽ നിന്ന്. അഴുത മുഖപരിചയം പോലും കാണിച്ചില്ല. ദേ ഇവളാ ഒരാഴ്ച ആവി പിടിച്ചത്. അത് പിന്നെ ഓടിയ കൂട്ടത്തിൽ എന്റെ മുമ്പിൽ വന്നുവിട്ടാ ഞാൻ എന്ത് ചെയ്യും? ആളും തരവൊക്കെ അപ്പൊ നോക്കാൻ പറ്റുമോ? പിന്നെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് എനിക്ക് ട്രാൻസ്ഫർ ഒന്നും അടിച്ച് തന്നേക്കരുത് കേട്ടോ. ട്രാൻസ്ഫർ ഒന്നും ഉണ്ടാവില്ല. പറ്റുമെങ്കിൽ ഞാനൊരു പ്രൊമോഷൻ ഫിറ്റ് ചെയ്യാം. അത് പോട്ടെ. ഫാമിലിയൊക്കെ എവിടെ? അച്ഛനും അമ്മയ്ക്കും ഒക്കെ സുഖമാണോ? സുഖം തന്നെ. അവരൊക്കെ നാട്ടിലാ. ഭാര്യയോ? പള്ളിക്കൂടം മതിയല്ലേ? അതെ. ഇങ്ങോട്ട് വല്ല ട്രാൻസ്ഫറും വേണോ? വേണമെങ്കിൽ പറ. ചെറിയ ചെറിയ റെക്കമെൻഡേഷൻസ് ഒക്കെ ഞാൻ സ്വീകരിക്കും. അങ്ങനെ ഒന്നും വേണ്ട. ആളുകൾ പറയുന്നത് പോലെ ഞാൻ അത്ര അടമന്റോ മുഷ്കനോ ഒന്നുമല്ല. അത്യാവശ്യം ചില വെട്ടുവീഴ്ചകളൊക്കെ ചെയ്യും. ഈ കൈമൾ എങ്ങനാ നിങ്ങളുടെ പാർട്ടി പ്രസിഡന്റ്? നിങ്ങൾ തമ്മില്
കുഴപ്പമൊന്നുമില്ല, നേരിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ ഏതിലായില്ലാത്തത്. കഴുത്തുമുട്ടം ഗ്രൂപ്പുമായിട്ടോ? പഴയ താപ്പാനകളല്ലേ. ഞാൻ മുഖ്യമന്ത്രിയായത് അവർക്കത്ര രുചിച്ചിട്ടില്ല. അതിന്റെ മുറുമുറുപ്പുണ്ടാവും. എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഭരിക്കാൻ ഒക്കുമോ? പൊതുവേ പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഈറ്റിംഗ്, മീറ്റിംഗ് ആൻഡ് ചീറ്റിംഗ് എന്നാ പൊതുധാരണ. അതൊന്ന് മാറ്റിയെടുക്കണ്ടേ? എന്താ ചോദിക്കാൻ കാര്യം? ഏയ് ഒന്നുമില്ല, ഞാൻ ഇറങ്ങട്ടെ. അപ്പോഴേ നീ ഇടയ്ക്കൊക്കെ വരണം. പഴയ സുഹൃത്തുക്കളെ കാണുന്നതും സംസാരിക്കുന്നതും മനസ്സിനൊരു സുഖമാ. പിന്നെ വല്ലപ്പോഴും ഭക്ഷണം ഇവിടെ നിന്നാകാം. എന്റെ വെമ്പർന്നവരെ നല്ലൊരു കുക്ക കേട്ടോ. വല്ലപ്പോഴും വന്നാൽ ഞാനില്ലേലും ആഹാരം കൊടുക്കണം. ഒരു കാലത്ത് എന്റെ ഒപ്പം നടന്ന് ഒരുപാട് മുദ്രാവാക്യം വിളിച്ച പയ്യനാ. അവൻ പോലീസുകാരനായി, ഞാൻ മുഖ്യമന്ത്രിയായി. ഞാൻ വരട്ടെ. ശരി ശരി. എന്നാ നമുക്കെല്ലാം തുറന്നു പറയാം സാർ. പറയാം. ഒന്നുകിൽ ഈ അസാസിനെ കുറിച്ച് വ്യക്തമായ രൂപം നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ അയാൾ നമ്മുടെ പിടിയിൽ അകപ്പെടണം. അതല്ലാതെ ഇതിനെക്കുറിച്ച് കമാന്നൊരക്ഷരം മിണ്ടാൻ സാധിക്കില്ല. പെരുമാൾ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പ്ലോട്ടിന്റെ പിറകിൽ ആരെല്ലാമാണോ ഉള്ളത് അവരെല്ലാം പ്രബലരാണ്. വിശ്വം പറഞ്ഞതനുസരിച്ച് അവർക്ക് ഈ കൊലയാളിയുടെ ഐഡന്റിറ്റിയെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. അവർ ഈ പ്ലോട്ടുമായി ബന്ധപ്പെട്ടു എന്നുള്ളതിന് തെളിവുകളുമില്ല. അങ്ങനെയിരിക്കെ നമ്മൾ വല്ലതും പറഞ്ഞാൽ വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെയാണ്. നമ്മൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായി ചിന്തിക്കണം. ഒരു മുഖ്യമന്ത്രിയെ എത്ര നാൾ ഒളിപ്പിച്ചിരുത്താൻ സാധിക്കും? ഇനി നമ്മൾ പുറത്തു വിട്ടു എന്നിരിക്കട്ടെ, അവർക്ക് രക്ഷപ്പെടാൻ 100 പഴുതുകളുണ്ടാവും. അവസാനം മുഖ്യമന്ത്രിക്ക് ചീപ്പ് സെന്റിമെന്റ്സ് കിട്ടാൻ വേണ്ടി പോലീസ് കെട്ടിച്ചമച്ച കഥയാണെന്ന് പറയും. ഹലോ, യെസ് സ്പീക്കിംഗ്. യെസ്, ഓ, താങ്ക് യു വെരി മച്ച് മിസ്റ്റർ വെങ്കടേഷ്. തമിഴ്നാട് ഐ ജി മിസ്റ്റർ വെങ്കടേഷ് ആണ് വിളിച്ചത്. എന്താണ് സാർ? ആ തേവർ 1-2 ദിവസത്തിനകം മദ്രാസിലെത്താൻ സാധ്യതയുണ്ട്. കൂടാതെ 1-2 മാസങ്ങൾക്ക് മുമ്പ് മദ്രാസിൽ ഒരു ഹോട്ടൽ വെച്ചൊരു വിദേശി കൊല്ലപ്പെട്ടു. അതൊരു പ്രൊഫഷണൽ വർക്കാണോ എന്നവർ സംശയിക്കുന്നു. നമ്മൾ ഗോമസിന്റെ സിഗ്നേച്ചറിന്റെ ഫോട്ടോസ്റ്റാറ്റ് അവർക്ക് അയച്ചു കൊടുത്തില്ല. ആ വിദേശി കൊല്ലപ്പെട്ട ദിവസം അയാൾ താമസിച്ചിരുന്ന ഹോട്ടലിന്റെ എതിരിലുള്ള ഹോട്ടലിൽ താമസിച്ചിരുന്ന ഒരു മേത്തായുടെ സിഗ്നേച്ചറുമായി അതിന് സാമ്യമുണ്ടെന്ന്. നിങ്ങൾ അവിടം വരെ പോയി കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതല്ലേ നല്ലത്? സാർ പേടിക്കണ്ട, നിങ്ങൾ തിരിച്ചു വരുന്നതുവരെ നിങ്ങളുടെ മുഖ്യമന്ത്രിയെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തോളാം. ബെറ്റർ യു ഗോ ബൈ ടുഡേസ് ഫ്ലൈറ്റ്. ശരി സാർ. മിസ്റ്റർ പെരുമാൾ സാർ, നിങ്ങൾ മുഖ്യമന്ത്രിയുടെ സുഹൃത്തായിരിക്കാം. ബട്ട് ഡോണ്ട് ഫർഗെറ്റ് ദാറ്റ് യു ആർ എ പോലീസ് ഓഫീസർ. യെസ് സാർ. രഹസ്യങ്ങളായി സൂക്ഷിക്കണം. യെസ് സാർ.